ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണാണ് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ ചോറ് കഴിക്കാനും ചോറ് കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. നല്ലൊരു കടുമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനത്തെ ഞാനിവിടെ 5 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നെട്ട് ഇങ്ങനെ ഞാൻ കളഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെനയും കറയൊക്കെ ഉള്ള മാങ്ങയാണ്. നല്ല മണമാണ് കേട്ടോ ആ ഒരു ചെനയ്ക്ക്. അപ്പോൾ മുഴുവൻ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കുവാണ്. ഇതിങ്ങനെ അരിയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 വശവും ഇങ്ങനെ നീളത്തിലിങ്ങനെ കീറിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം അത് ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ഈ ഒരു പരുവത്തിന് മുറിച്ച് വയ്ക്കുകയാണ്. കഷ്ണങ്ങളുടെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനാകാം. ചിലർക്ക് കുറച്ച് വലിപ്പം ഉള്ളതാണ് ഇഷ്ടം, ചിലർക്ക് മീഡിയം, ചിലർക്ക് ചെറിയ സൈസാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നമുക്ക് അരപ്പിലൊക്കെ ഉപ്പ് ചേർക്കാനുണ്ട്. അങ്ങനത്തെ ഈ ഒരു പരുവത്തിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ രാത്രി കട്ട് ചെയ്ത് ഉപ്പ് പുരട്ടി വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പുറത്ത് വെച്ചാലും മാങ്ങ ചിലപ്പം വാടിപ്പോകും, അതുകൊണ്ടാണ്. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും നമ്മൾ ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റായിട്ടാണ് നമ്മൾ കടുക് വറുത്തെടുക്കുന്നത്. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. ഈ കടുക് നമ്മൾ ചൂടായാൽ മതി, പൊട്ടരുതേ. ചെറുതായിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പോഴത്തേക്കും അത് പൊട്ടാതെ ശ്രദ്ധിക്കണം. പൊട്ടിക്കഴിഞ്ഞാലൊരു കയ്പ്പ് വരും, അതുകൊണ്ടാണ്. അത് മാറ്റിയതിന് ശേഷം അടുത്തത് ഞാൻ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പം ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അത് നല്ല ചുമക്കെ ഒന്ന് വറുത്തെടുക്കണേ. ഉലുവയും അതുപോലെ തന്നെ കടുക്, കായം ഇതൊക്കെ നമ്മൾ വറുത്ത് നല്ല ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ച് വെക്കുന്ന ആ ഒരു അച്ചാറിനാണ് ഒരു പ്രത്യേക മണവും ഗുണവും ടേസ്റ്റും ഒക്കെ വരുന്നത്. അങ്ങനത്തെ നല്ല ബ്രൗൺ നിറമായപ്പോഴത്തേക്കും നമ്മൾ ഉലുവയും അതുപോലെ അങ്ങ് മാറ്റി വെക്കുവാണ്. ഇനി അതേ ചീനിച്ചട്ടിയിൽ തന്നെ ഞാൻ മുളകൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അത് നമ്മൾ എണ്ണ ഒഴിച്ചൊന്നും അല്ല. ഞാനിപ്പം ഒരു 10-11 സാധാ എരിവുള്ള മുളകുണ്ടല്ലോ, വറ്റൽ മുളക്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അത് നല്ല കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കൊല്ലമുളക് ചേർത്തത്. ഇതും നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്ത് വെക്കണം. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വറുക്കണമെന്നുണ്ടെങ്കിൽ മുളക് ചിലപ്പം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം അച്ചാറിൻ്റെ കളറ് വേറെ ആയി പോകും, അതുകൊണ്ടാണ്. ഇനി അതെല്ലാം നമ്മൾ ആ വിത്തുകളും കളയണ്ട, അതിലൊക്കെ നല്ല എരിവുള്ളതാണ്. ഇനി ഇതെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതുപോലൊരു കട്ട കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ഇങ്ങനത്തെ കായാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നമ്മൾ മുഴുവനെയുള്ള വലിയ കട്ട വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ ദിവസം കഴിയുമ്പം നമുക്കത് മുറിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഈ ഒരു പരുവാകുമ്പം നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാം കേട്ടോ. അങ്ങനെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ കായം നന്നായിട്ടിങ്ങനെ മൂത്ത് വീർത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു നല്ലെണ്ണയ്ക്കകത്ത് തന്നെ ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ പൊടികൾ ചേർത്തതിന് ശേഷം ഞാനിപ്പം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു ചൂട് മതി. നന്നായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്കാണ് കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നുറുക്കി ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു കടുമാങ്ങയുടെ ആ ഒരു മാങ്ങ ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. അരപ്പ് ചൂടായിട്ടിരിക്കുമ്പം നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കുകയാണെങ്കിൽ മാങ്ങയുടെ ഒരു ക്രഞ്ചിനെസ് അങ്ങ് പോകും. മാങ്ങ അങ്ങനെ വെന്ത് വല്ലാണ്ടായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിന് നമുക്ക് വിനാഗിരി ഒന്നും ചേർക്കേണ്ടത്, കുറേ കാലം നന്നായിട്ട് തന്നെ ഇരുന്നോളൂ, ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് ഉപ്പൊക്കെ അരിഞ്ഞ് ചാറൊക്കെ വന്നോളും. ഇപ്പം ഈ ഒരു പരുവത്തിലിരിക്കുന്നതാണ് നല്ലത്, പെരണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം എല്ലാം പാകത്തിനായോ എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയും എരിവും കായവും ഉലുവയും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ വാങ്ങി വയ്ക്കുവാണ്. ഈ ഒരു ചീനിച്ചട്ടിക്കകത്ത് ചോറിട്ട് പുരട്ടി തിന്നാൻ നല്ലതാണ് കേട്ടോ. അങ്ങനത്തെ ഞാനിത് വൈകുന്നേരം എടുത്ത് നോക്കി, നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉണങ്ങിയ ഒരു ജാറിലാക്കി വയ്ക്കാം. കഴിവതും ഗ്ലാസ് ജാറിൽ അച്ചാറിട്ട് വെക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഗ്ലാസ് ജാർ ഉള്ളതിനകത്ത് ഞാൻ അച്ചാറിട്ട് വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ജാറിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. എപ്പോഴും നമുക്ക് ഗ്ലാസ് ജാർ ഒരുപാട് കാണണമെന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച്
ആ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കായവും ഉലുവയും ഒക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. കടുകിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ നല്ലോണം എടുത്തറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. മാങ്ങയുടെയൊക്കെ സീസണാണ്. കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.